ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതേപോലെ 7 കുഴികളാണ്. കുഴി, ഇത് 4ാമത്തെ കുഴി, 3 കുഴി മുകളിലുണ്ട്. അരക്കുണ്ട് പറയുന്ന മുകളിലൊരു കുഴിയുടെ സൈഡിൽ ഒരു കിണർ പോലെ ഒരെണ്ണമുണ്ട്. എല്ലാം ഇപ്പം മൂടിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ 7 കുഴികളും ഒരൊറ്റ പാറയിലാണ്, ഒരു പാറയിൽ തന്നെയാണ്. മഴക്കാലത്ത് അതിഭയങ്കരമായ വെള്ളമാണ്. അന്നേരം സ്വിമ്മിങ് പറ്റില്ല. ആ സമയത്ത് ആളുകൾ വരുമോ? മഴക്കാലത്ത് വരും, ഇവിടെ വരെ വന്ന് കാണാം. ജൂൺ മുതൽ ഒരു ഒക്ടോബർ വരെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. കാരണം നമ്മൾ താഴെ നിന്ന് ട്രക്കിങ്ങിന് വരുന്ന വഴിക്ക് 2 കുഴിയിൽ കുളിക്കാം, വെള്ളം കുറവാണെങ്കിൽ. കൂടുതലാണ് അവിടെയും കുളിക്കാൻ സമയം. പിന്നെ ഒക്ടോബർ മുതലൊരു ജനുവരി വരെ കുളിക്കുകയും ചെയ്യാം. അത്യാവശ്യം കാണാനുള്ള സൗകര്യമുണ്ട്. കുഴിയിലെ വെള്ളം ഒരിക്കലും കുറയില്ല. ഏത് സീസണോ? ഏത് സീസണോ? മെയ് വരെ കുളിക്കാൻ പറ്റും അല്ലേ? എല്ലാവരും ആടിയതാണോ? ഓക്കെ. എൻ്റെ പേര് തോമസ്. ഇവിടെ സഞ്ചാരികളെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാറകളുള്ള കുഴികളായതുകൊണ്ട് പാറകളെ കയറാതെ ശ്രദ്ധിക്കുക. പിന്നെ നീന്തൽ അറിയത്തില്ലാത്തവർക്ക് മസ്റ്റായിട്ട് ഞങ്ങൾ സേഫ്റ്റി ജാക്കറ്റ് കൊടുത്ത് ഞങ്ങൾ തന്നെ ഇട്ട് അത് കെട്ടി മുറുക്കിയിട്ടാണ് ഞങ്ങൾ വെള്ളത്തിലോട്ട് വിടുകയുള്ളൂ. നീന്തൽ അറിയുന്നവർക്ക് നിർബന്ധമില്ല. നീന്തൽ നല്ലപോലെ സ്വിമ്മിങ് അറിയാമെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന് കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ നടന്ന് വന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ ജാക്കറ്റ് കെട്ടിക്കൊടുത്ത് അവരെ നിർബന്ധമായിട്ട് നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ജാക്കറ്റ് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ആൾക്കാരോട് പറയും, വെള്ളത്തിൽ അവിടെ കുഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇരുന്നിട്ട് വേണം ഇറങ്ങാൻ, അവിടെ ചവിട്ടി ഇറങ്ങരുത്, നല്ല വഴുക്കലാന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കൊടുത്ത് അവരെ വെള്ളത്തിലോട്ട് ശിക്ഷയായിട്ട് ഇറക്കി വിടുന്നത്.